ഹലോ ഗുഡ് മോർണിംഗ്. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകത വീഡിയോ കേട്ടോ. ഒന്നും മുടിയൊന്നും വാർന്നിട്ടില്ല, ഒന്നും ശരിയാക്കിയിട്ടില്ല. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിൻ്റെ ഉൾഗ്രാമങ്ങൾ നമുക്കൊന്ന് പോയി നോക്കാം. അവിടുത്തെ കൃഷിയും അവിടുത്തെ ആളുകളുടെ ജീവിതശൈലിയും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഇത് ഏറ്റിട്ട് കുറേ നേരം നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ലെറ്റ്സ് ഗോ. വരൂ. അപ്പൊ ഈ കുന്ത്രാണ്ടം നമുക്ക് എടുത്തിട്ട് വെക്കാം. അല്ലൂസ് പറയുന്ന പോലെ റബ്ബനാ ഫില്ലോ സാധനം ഇവിടെ വെച്ച് സാധനമൊക്കെ വെച്ച് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഒന്ന് ഫ്രഷ് ആയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ സത്യമംഗലം വഴിയാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സത്യമംഗലത്തിന്റെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ എയർപോർട്ടിന്റെ അവിടെ എത്തി. റൂം എടുത്തതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയിട്ടാണ് നമ്മളിപ്പോ ഇറങ്ങുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ബാംഗ്ലൂരിന്റെ ഉൾഗ്രാമങ്ങളുടെ ജനങ്ങളുടെ ജീവിത രീതി, അതുപോലെ തന്നെ അവരുടെ കൃഷി കാര്യങ്ങള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. അവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷറി ലൈഫാണ്. പക്ഷെ അതിന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവരുടെ ജീവിത ശൈലി എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മൾ അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഞാൻ പറഞ്ഞ എയർപോർട്ടിന്റെ അവിടെയാണ് എടുത്തേ പറഞ്ഞില്ലേ, അതാണ് കേട്ടോ. അത് നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ടാ പോകുന്നത്. ഫുഡ് കഴിക്കണം ആദ്യം. വിശപ്പ് താങ്ങില്ല. എനിക്ക് താങ്ങിയാലും അല്ലൂസിന് തീരെ താങ്ങില്ല. ഫുഡ് കഴിച്ചിട്ട് നമ്മള് പോവാണ്. എങ്ങോട്ട് പോവാ? വീഡിയോ എടുക്കാന്. ഓക്കെ. അപ്പൊ നമ്മള് പുതിയ വണ്ടി വാങ്ങിച്ചിട്ടാ പോവണോ? ആ ഓക്കെ. നേരം പോലെ ഭക്ഷണം കിട്ടില്ല. ഫുഡ് കിട്ടില്ല. ട്രെയിനിന്റെ ഫുഡ് അത്രയും നല്ല ഫുഡല്ല കേട്ടോ. അജ്മീർ പോകണം എന്നൊരു നമ്മളൊരു ആഗ്രഹമാണ് കേട്ടോ. അജ്മീർ പോകണം എന്നുള്ളത് ഇക്ക എപ്പോഴും പറയുന്ന കാര്യമാണ്. അജ്മീർ പോണം. അത് കാർ കൊണ്ട് തന്നെ പോണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നമ്മളൊക്കെ എന്താ വിചാരിക്കാം, ടയേർഡ് ആവുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും കന്നോട് അറിയും പോവണ്ട ഇക്ക, അല്ലെങ്കിൽ നമുക്ക് ട്രെയിനിന് പോവാം. അങ്ങനെ ട്രെയിനിന് പോകുമ്പോഴേ നമുക്ക് ടോയ്ലറ്റ് പോവാനും അതുപോലെ ഫുഡൊന്നും ശരിയാവില്ല. അതാണ് ഇക്ക പറഞ്ഞോണ്ടിരിക്കുന്നത്. പിന്നെ ഫ്ലൈറ്റിനൊക്കെ ചാർജ് കൂടുതലാണ് ഞാൻ പറയുന്നത്. എന്നെ അല്ലൂസ് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. പറയും, ഞാനും പറയാം. ഓനോട് എന്തെങ്കിലും പറയാൻ പറഞ്ഞാ പറയോ? അതാ ഫ്ലൈറ്റ് പോകുന്നുണ്ടല്ലോ. ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു ഉഷാർ കമ്മി ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആ ഗൂഗിളിലുള്ള പെണ്ണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്ന ഒന്നും കേൾക്കില്ല. അതുകൊണ്ട് ഇവിടെ ആണെങ്കിലോ ഗൈസ് നല്ല തിരക്കാണ്. പിന്നെ എവിടെ ചെന്നാലും നമ്മളെ മലയാളികളുണ്ടാവും. അതൊരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മളെ മലയാളികൾക്ക് മാത്രം പറ്റുന്ന ഒരു കഴിവാണ്. അങ്ങനെ ഗൈസ് നമ്മൾ ഇറങ്ങിട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിട്ടോ. ക്യൂ നിന്നിട്ടാണെങ്കിൽ നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ചു കേട്ടോ. നല്ല തിരക്കായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുള്ള ഹോട്ടലാട്ടോ. എന്തോ ഒരു തിരക്കായിരുന്നു. ഈ രാവിലേക്ക് അതിരാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പം എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിട്ടോ. ഇവിടെയൊക്കെ ഇത്തിരി കുറച്ച് ടൗണും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഉള്ളിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഉൾഗ്രാമങ്ങളോ അല്ലെങ്കിൽ ഉള്ള ഏരിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ
ഇതാക്കാൻ. അപ്പൊ നമ്മള് നോക്കട്ടെ. ഇവിടെ റോഡൊക്കെ ഭയങ്കര മോശമാണ്. വന്നീന്നുല്ലേ ഇപ്പൊ കൂടെ ഒന്നും ഇല്ലേ. അപ്പൊ നമ്മളാൾക്കാര് വേടൂലേ. ഇവിടെയൊക്കെ ഉണ്ട് കണ്ടോ. അതാ അടുത്ത ഞാനൊരു കണ്ണട മേടിച്ചിട്ടോ. ഇവിടെ ആകുമ്പോ നല്ല വെയിലാണ്. അപ്പൊ വെയിലുണ്ടാവുകൊണ്ട് ഞാൻ കണ്ണട മേടിച്ചു. ഞാൻ ഇക്ക മേടിച്ചിട്ടോ. ഇക്ക കണ്ണട തൊപ്പിയൊക്കെ മേടിച്ചു. ഞാൻ തൊപ്പി നോക്കി അപ്പൊ മഹാബോറ്. അപ്പൊ ഞാൻ എടുത്തില്ല. അപ്പൊ ഞാൻ കണ്ണട മാത്രം എടുത്തു. അതായത് കണ്ണിക്ക് വെയിലിങ്ങനെ കുത്തും. ഇവിടെ ഭയങ്കര വെയിലാണ്. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരും കേട്ടോ. എനിക്ക് വെയിൽ കുത്തിയ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരും. അപ്പൊ ഞാൻ കണ്ണട വെച്ചു. ഇത് സ്റ്റൈലിന് വെച്ചതല്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. ഇനി ട്രോളാൻ നിൽക്കണ്ട, ട്രോളുകൾ വരണ്ട. ഓക്കെ ഗൈസ്, ചക്ക കിട്ടും. പക്ഷെ എവിടെ നിന്നാണ് എന്താണ് കേരളത്തിൽ നിന്ന് വരുന്ന ചക്ക ആയിരിക്കും. പക്ഷെ കർണാടകയിലും ചക്ക കിട്ടും. അപ്പൊ അതിന് വില ചോദിച്ചാൽ ചിലപ്പോ ഒരു ചക്ക 500-1000 ഒക്കെ പറയട്ടോ. അത് വേറെ കാര്യം. പക്ഷെ ചക്ക കിട്ടുമോ ചോദിച്ചാൽ ചക്ക കിട്ടും അല്ലേ. ബൈപ്പാസ് എന്നൊക്കെ പോകുന്ന അത്യാവശ്യം ഉള്ളിലോട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കട്ടോ. ഉള്ളിലോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കണം സംഭവം. അപ്പോ ബൈപ്പാസ് അല്ലെങ്കിലും അത്യാവശ്യം നല്ല റോഡും അത്യാവശ്യം തിരക്കുള്ള റോഡും ആണ് കേട്ടോ. കണ്ടോ ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ് ഇത് ഏത് റോഡേക്കാ? ഇത് എവിടേക്ക് പോണ റോഡാ? ചിറ്റൂര്. അതായത് ചിറ്റൂര് പോകുന്ന വഴിയില് ഉള്ള ആ ഭാഗങ്ങളാട്ടോ. നമ്മൾ ഇനി കുറച്ചും കൂടി ഉള്ളിലോട്ട് പോകും. അവിടുത്തെ കാര്യങ്ങളും ഇതൊക്കെ കിട്ടും കേട്ടോ. ഗൈസ്, ഒരു ചക്കക്കട കണ്ടോ. ചക്ക കേരളത്തിലെ ചക്ക കർണാടകയിലും കിട്ടും. കണ്ടോ. എന്റെ വീഡിയോക്ക് ഇത്തിരി ഇളക്കം ചാട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അതെന്താന്നറിയോ? എന്താന്ന് വെച്ചാല് എന്റെ ഗിംബൽ ഇത്തിരി ശരിയല്ല. അതാണ് പ്രശ്നം. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാട്ടോ. വെയിൽ കൊണ്ട് നമ്മൾ ഒരു ഭാഗത്താവും. അത് വേറെ കാര്യം. ഇവിടുത്തെ ആളുകൾക്കും തമിഴ്നാട്ടിലുള്ള ആളുകൾക്കും ഇതൊരു വിഷയമല്ല വെയില്. അവരെത്ര വെയിലാണെങ്കിലും നന്നായിട്ട് ജോലി ചെയ്യും കേട്ടോ. കൃഷിയും കാര്യങ്ങളൊക്കെ ആവുമ്പോ നമ്മളിനി പോകുമ്പോ കണ്ടോളുണ്ട്. ഈ കൃഷി സ്ഥലത്തൊക്കെ അവര് ഫുൾ ടൈം അവരുണ്ടാവും. എവിടെ ഇറങ്ങണല്ലോ? കൃഷി ഉള്ളിടത്ത് നമ്മൾ ഇറങ്ങും. നമ്മൾ ഇറങ്ങണതിന്റെ മുമ്പ് അല്ലൂസ് ഇറങ്ങും. ഇവിടെ മുരുകൻ ഇഡ്ഡലി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇഡ്ഡലിക്ക് വരെ ആളുകളെ പേരാണ്. ആളുകളുടെ അല്ലേ. ഇവിടുത്തെ ഫേമസ് ഫുഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അതായത് ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഡ്ഡലി, ദോശ എന്ന് പറയുന്നത് മസാല ദോശ, അതൊക്കെ തന്നെയാണ്. പിന്നെ പൊടി ദോശ, അങ്ങനെയുള്ള ദോശകളാണ്. വെജിറ്റേറിയൻ ആണല്ലേ? വെജിറ്റേറിയൻസ് ആണല്ലേ? വെജിറ്റേറിയൻ ആണ്. പിന്നെ ഇവിടെ ഉള്ളത് മറ്റേ കൂടുതല് മുസ്ലിങ്ങളാണ്. മറ്റേ ചിക്കൻ, മട്ടൻ, ബീഫ് ഒക്കെ കഴിക്കുന്നത്. നമ്മളെ പോലെ കോഴിക്കാലും പോത്തുംകാലും ഒന്നും ഇവിടെ കിട്ടില്ല അല്ലേ. ഇവിടുത്തെ സ്ഥലങ്ങളുണ്ട്, ചെറിയ ചെറിയ വീടുകളാട്ടോ. കൂടുതലും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൃഷി സ്ഥലങ്ങളാണ് കൂടുതലും. ഇതിപ്പോ അത്യാവശ്യം നല്ല നമ്മുടെ ഭാഗത്തുള്ള അത്യാവശ്യം നല്ല റോഡുകളെ പോലത്തെ ഉള്ള റോഡുകളാണ്. അവിടെ ടൗണും കാര്യങ്ങളും ചെറിയ ടൗണും കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ളതെല്ലാം കൃഷി സ്ഥലങ്ങളാട്ടോ. കൃഷി ഏരിയയാണ് കൂടുതലായിട്ടുള്ളത് ഇവർക്ക്. ഇങ്ങോട്ട് കണ്ടോ, ചെറിയ ചെറിയ വീടുകളാട്ടോ. നമ്മുടെ കേരളത്തിലെ പോലെ വീടുമ്മ ഭയങ്കര ആർഭാട കാര്യങ്ങളൊന്നും ഇവിടുത്തെ ആളുകൾക്കില്ല. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ. ഞാൻ വീഡിയോയിൽ ഒരു സംഭവം കാണിച്ചു തരാട്ടോ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് എന്താണെന്നൊന്ന് നോക്കാം. നമുക്ക് അതെന്താണ്? അവര് അമ്പലം എന്തോ തോന്നിട്ടോ. കേറാൻ അമ്പലത്തിന്റെ എന്തോ സംഭവം അല്ല. ഇതൊരു റിസോർട്ടാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. റിസോർട്ട് ആയിരിക്കും. റിസോർട്ടാണത്. ഗോൾഡൻ അമൂൾ റിസോർട്ടാണ് കേട്ടോ. ആ റിസോർട്ടിന്റെ മുകൾ ഭാഗത്ത് കണ്ടോ, ഫ്രണ്ട് കണ്ടോ. ഞാൻ കാണിച്ചു തരട്ടോ. ആരാണോ നിക്കുന്നേ? ആരാന്ന് വെച്ചാ അറിയില്ല. നമ്മള് കേറണൊന്നുമില്ല കേട്ടോ. എന്താണ് കാണില്ല. ഇപ്പോഴാണ് കാണിച്ചത്.
ഈ കാണുന്നതാണ് കേട്ടോ. അതോടെ സെക്യൂരിറ്റിയും കാര്യങ്ങളും നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ഈ സംഭവം എടുക്കാൻ വേണ്ടിട്ട് വന്നതാട്ടോ. കണ്ടോ, ഇത് റിസോർട്ടാണ്. ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഗോൾഡൻ അമൂൺ റിസോർട്ട്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. കണ്ടോ, അത് കാണുമ്പോ തന്നെ ആളുകൾ കയറും. ആ സാധനം കാണാൻ വേണ്ടിട്ട് തന്നെ ആളുകൾ കയറും കേട്ടോ. തന്നെ കേട്ടോ ഗ്രാനൈറ്റ്, കടപ്പ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, പൊട്ടിച്ചെടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരും. ഈ ഭാഗത്തു നിന്നാണ് അത് ഏറ്റവും കൂടുതൽ നമുക്ക് കടപ്പ അതുപോലെ ഗ്രാനൈറ്റ് ഒക്കെ വരുന്നത്. ഇവിടെയാണ് അത് ഏറ്റവും കൂടുതൽ. കണ്ടോ, ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ സംഭവങ്ങളുണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മളൊന്ന് പെട്രോൾ അടിക്കാൻ കയറി കേട്ടോ. വണ്ടിയിൽ തീരെ പെട്രോൾ ഇല്ല. ജസ്റ്റ് നമ്മളൊന്ന് പെട്രോൾ അടിക്കാൻ കയറി. നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയതാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു പെട്രോൾ പമ്പാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് കോലാർ. കോലാർ ചില ആളുകൾക്കൊക്കെ കോലാർ എന്തിനാ പ്രശസ്തമായതാണെന്നുള്ളത് അറിയണ്ടാവും കേട്ടോ. ഇനി അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിലെ സ്വർണ്ണ ഖനി ഉള്ള ഒരേ ഒരു പ്രദേശമാണ് കർണാടകയിലെ കോലാർ. അതായത് ബംഗളൂരിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. കോലാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് ഖനി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സ്വർണ്ണ ഖനിക്ക് പേര് കേട്ട സ്ഥലമാണ് കേട്ടോ കോലാർ. ചില ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ദൈ ബോർഡ് നോക്കിക്കോട്ടോ. ഇതാണ് കോലാർ. സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ കോലാറാണ് കേട്ടോ. ഇതാ കണ്ടോ കോലാർ, കണ്ടോ കോലാർ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇന്ത്യയുടെ ഓരോ പ്രദേശങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇതില് സോഷ്യൽ സയൻസിൽ. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ ഓർമ്മ വന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാട്ടോ. ഇല്ല അറിയാത്തവരൊന്ന് ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. KGFന്റെ ഭാഗമാണ് കേട്ടോ അത്. ഇവിടെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് മാർബിള്, അതുപോലെ കടപ്പ, അങ്ങനെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ കോലാറി ഖനിന്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഖനിയാണത്. ഒരുപാട് പഴക്കം ചെന്ന ഒരു സ്വർണ്ണ ഖനിയാണ് കേട്ടോ. ഖനനം ചെയ്തെടുക്കുന്ന സംഭവം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ ആരും ഇത് തപ്പാനൊന്നും നിൽക്കണ്ട. അതായത് നമ്മളെ സ്വർണത്തിന്റെ വില ഉയർച്ചയ്ക്ക് കാരണം അത് ഇപ്പൊ അടച്ചു പൂട്ടിയിട്ടുണ്ട്. 2001 ഖനി അടച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ, അതായത് ഇന്ത്യയിലെ സ്വർണ്ണ ഖനി ഉള്ള സ്ഥലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കോലാറാണ്. അപ്പൊ നമ്മൾ അങ്ങനെ കോലാർന്ന് പഠിച്ചിട്ടുണ്ട്. 2001 അത് അടച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുമോ അല്ലെങ്കിൽ അവിടേക്ക് എൻട്രി ഉണ്ടോ അതൊന്നും നമുക്കറിയില്ല. ഞാൻ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ. എനിക്കറിയുന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണ്ടേ, അത്രയും. അല്ലാ എന്താ മല അല്ലേ, ഇതൊക്കെ ഭയങ്കരമായിട്ട് മല കേട്ടോ. കണ്ടോ ഈ സൈഡ് എല്ലാം ഫുള്ള് ഈ സംഭവങ്ങളാട്ടോ. എന്തോ ഒരു ഭംഗിയാണ് കാണാൻ. സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്താ പറയാ പൊളിച്ചു അല്ലേ അല്ലോ. കണ്ടോ ഒരുപാട് മലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോ അല്ലൂസ് അവിടെ വേറെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടാ. രണ്ടും പാടെ നടക്കുന്നുണ്ട്. കണ്ടോ ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ. ഇങ്ങനെ ഈ ചതുപ്പ് ഇങ്ങനത്തെ പ്രദേശങ്ങൾ കൂടുതലുണ്ട്. ഞാൻ ഇത് തമിഴ്നാടും വീഡിയോ എടുക്കാൻ പോയപ്പോ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ സ്ഥലങ്ങൾ തമിഴ്നാടും ഒരുപാടുണ്ട്. കർണാടകയിലും ഇപ്പൊ കാണുന്നുണ്ട് കേട്ടോ. അതാ കോലാർ ഇവിടുന്ന് 15 കിലോമീറ്ററേ ഉള്ളൂ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കോലാർ കേട്ടോ. കണ്ടോ ഇവിടെ കണ്ടോ. പക്ഷെ നല്ല ആഴമുള്ള സംഭവം തോന്നിട്ടോ ഈ വെള്ളമൊക്കെ. എന്തല്ലേ ഭംഗി. റോഡിന്റെ ഫുള്ള് ഈ സംഭവങ്ങൾ കേട്ടോ. കണ്ടോ ഇങ്ങനെ കെട്ടിടങ്ങളൊക്കെ കുറച്ചേ ഉള്ളൂ. ഒരുപാട് കാണാൻ ഭയങ്കര രസമുള്ള സ്ഥലങ്ങൾ കേട്ടോ. നമ്മളൊക്കെ ഈ കല്ല് വന്നിട്ട് ആരെങ്കിലും കൊണ്ടുവന്ന് എടുത്തു വെച്ച പോലെ എടുത്ത് നല്ല വൃത്തിക്ക് വെച്ച പോലെ ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോ
നമുക്ക് അടുക്കി ഇങ്ങനെ നല്ല സെറ്റപ്പിൽ അടുക്കി വെച്ച സംഭവം ഉണ്ടല്ലോ, പക്ഷെ അതുപോലെ അതൊന്നും വീഴില്ല കേട്ടോ. അതാണ് ഇതൊന്നും വീഴില്ല. ഇതൊന്നും വീഴില്ല. കുറച്ചും കൂടി അടുത്തെത്തി, നമ്മൾ ഏകദേശം അടുത്തെത്തി തുടങ്ങി. അതെ, നല്ല ഭംഗിയും കാര്യങ്ങളും എല്ലാം കാണാൻ. നമുക്ക് അതിന്റെ മുകളിലൊന്ന് കയറിയാലോ? ഇവിടെ ഒന്നും കയറാൻ പറ്റില്ല, രണ്ട് സൈഡും ഇവിടെ ഒരു അമ്പലം ഉണ്ട്. ഇതൊരു അമ്പലം നോക്കിയേ. ആരാധന കൂടുതലാണ് ഈ ഒരു ഭാഗത്ത്. അതെ, ഒരു കല്ല് നിൽക്കുന്ന ഒരു എന്തല്ലേ കല്ലുകള്. ആദ്യമൊക്കെ വന്നിട്ട് ഭയങ്കര കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴും കൃഷിയൊക്കെ ഉണ്ട്, റോഡ് പക്ഷെ കുറച്ചുകൂടി പണ്ടത്തേക്കാളും കുറച്ചും കൂടി. അതിപ്പോ എന്താ എല്ലാവർക്കും ഒരു ഇത് വരുമല്ലോ, അങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു തട്ടുകട കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് നിർത്തി നോക്കാം അവിടെ എന്തൊക്കെ ഉണ്ട് നോക്കാലോ. തട്ടുകട വെച്ചാലും പോരാ കേട്ടോ. തട്ടുകട കണ്ടോ, വണ്ടിയിലാണ് കേട്ടോ അവര് തട്ടുകട സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ദോശ, ഇഡ്ഡലി, സാമ്പാർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ ഈ തട്ടുകടയിൽ വിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർ ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളി സംഭവം കേട്ടോ. ബിസിനസ് ഐഡിയ ഒക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. അത് തട്ടുകടയാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇക്കാരനെ ഞാൻ എന്നോട് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ഒന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക ഫുഡ് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ചോദിച്ചു നോക്കട്ടെ. ദോശ, ഇഡ്ഡലി, പൂരിയൊക്കെ കിട്ടുന്ന കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ എല്ലാം ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ ദോശ, സാമ്പാറും ചട്നിയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചതുണ്ടാവും. ഇതൊക്കെ ദോശയൊക്കെ നമുക്ക് ചുട്ടു തരും കേട്ടോ. നമ്മളൊന്നും കഴിച്ചൊന്നുമില്ല, നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടല്ലേ പോന്നേ. നമ്മൾ കഴിച്ചതൊന്നുമില്ല. അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാട്ടോ. കണ്ട അടിപൊളിയാട്ടോ, സെറ്റപ്പാട്ടോ സംഭവം. കണ്ടോ, ദോശക്കല്ലാണ് കേട്ടോ ഈ കാണുന്നത്. രണ്ട് ദോശ ചുടുന്നത്. പിന്നെ ഇപ്പുറത്ത് ഈ കാണുന്ന സംഭവം അതിൻ്റെ ഇത് ദോശക്കല്ലാണ് കണ്ടോ. ഈ സൈഡിൽ ഇഡ്ഡലിയുടെ തട്ടാട്ടോ, ഇത് ഇഡ്ഡലിയുടെ തട്ടാണ്. ഈ സൈഡ് ഫുത്ത് ചെയ്തട്ടോ ഫുള്ള് ഈ സംഭവമാണേ കണ്ടോ, ഫുള്ള് ഈ സംഭവമാണേ. ഈ അല്ലു കാരണം കൊണ്ട് ഇപ്പൊ വണ്ടി ഇപ്പൊ പിന്നീട് സംഭവം പോലെ എങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കണേ ഫുള്ള് ഇതാട്ടോ. മലയുടെ മുകളിലൊന്ന് കയറണം, എന്നിട്ട് ഒരു വീഡിയോ എടുക്കണം. അവിടെ കേറിയിട്ട് നിങ്ങൾ ഇവിടെ നിന്നിട്ട് ടാറ്റ് ചെയ്ത് തരണം കേട്ടോ. അവിടെ കേറിയിട്ട് ഇവിടേക്ക് ടാറ്റ് തരണേ. ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളൊരു ഏകദേശം 5-6 കിലോമീറ്റർ പോന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങളാണ് കാണുന്നത്. ഇങ്ങനത്തെ പാറ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് നിർത്തി നോക്കാം. കണ്ടോ, ഫുള്ള് ഇതാണ്. ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കിയതാ കേട്ടോ. ഇത് മല്ലിയുടെ കൃഷിയാണ് കേട്ടോ. കണ്ടോ, മല്ലിയുടെ തൈയാണ്. അപ്പോൾ എന്താ വലുതായി വരുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പൊ കൃഷി ചെയ്തിട്ടുള്ള. അതിൻ്റെ അടിയിൽ കൂടി പുല്ലുണ്ട്. അതുപോലെ തന്നെ നമ്മളെ എന്താ കുറ്റിപ്പയറില്ലേ, അതും കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. ചീരയുണ്ട് ഇതിൻ്റെ അടിയിൽ കൂടി. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ. നമ്മുടെ ഇവിടെ ഒന്നും മല്ലി അങ്ങനെ കൃഷി ചെയ്യലില്ലല്ലോ. പക്ഷെ ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ തമിഴ്നാട്, കർണാടക ഈ ഭാഗത്തൊക്കെ മല്ലി നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് കാണാൻ പറ്റും ഇങ്ങനത്തെ കൃഷികൾ. ഇതൊരു മലന്റെ ചോട്ടിലാട്ടോ. ഇതിന്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഒരു കുന്നായിട്ട് കിടക്കുന്നത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, ഈ കുന്നിന്റെ ചോട്ടിലാട്ടോ ഇപ്പൊ ഞാൻ ഈ കാണിച്ചു തന്ന കൃഷിയും കാര്യങ്ങളൊക്കെ. കണ്ടോ എന്താല്ലേ പാറയുടെ കഷ്ണങ്ങള് കണ്ടോ. ഇതിന്റെ ചോട്ടിക്ക് ഇങ്ങോട്ട് കൃഷിയാണ് കേട്ടോ താഴത്തോട്ട്. ഇങ്ങനെ നമ്മൾ അത്യാവശ്യം ഉള്ളിലോട്ട് പോകുന്നു കേട്ടോ. കണ്ടോ, ഇപ്പൊ നമ്മള് ബൈപ്പാസിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അത് ബൈപ്പാസാണ്, ബൈപ്പാസ് ആകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത്യാവശ്യം നമ്മൾ നല്ല ഉള്ളിലോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ ഉള്ള ഏരിയക്ക് ഇറങ്ങി അങ്ങനെ നമ്മളൊരു ചെറിയ ടൗൺ ആണ് കേട്ടോ. അത് സംഭവം ചെറിയ ടൗൺ ആണ്. അപ്പൊ ഉച്ചയായി കേട്ടോ, 12:45 ആയി കേട്ടോ. എല്ലാവരും ഓരോരോ കാര്യങ്ങൾക്കുള്ള നെട്ടോട്ടത്തിലാണ്. സ്ഥലം ഏതാന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. കന്നഡ വായിക്കാൻ അറിയില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം, പറയാം. സംഭവങ്ങള് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ.
നല്ല വെയിലാണ് കേട്ടോ പുറത്ത്. എന്താണ് അവര് വിൽക്കാൻ വെച്ചിരിക്കുന്നത്? മുന്തിരി കണ്ടോ, മുന്തിരിയാണ്. ഇവിടെ തന്നെ മുന്തിരിയുടെ കൃഷി ഇവിടെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒരു തോട്ടം കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ എടുക്കുന്നതായിരിക്കും ഗൈസ്. ഓട് കമ്പനിയാണ്. ഓട് കമ്പനി അല്ല കേട്ടോ, സോറി ഗൈസ്, ഇഷ്ടിക കമ്പനി കണ്ടോ. ഓടും ഇഷ്ടികയൊക്കെ ഉണ്ടാക്കും. ആ എല്ലാം ഒരു കമ്പനി കേട്ടോ. സോറി. ഒരു ബസ് പോകണുണ്ട്, കർണാടകയിലുള്ള ഒരു ബസ് കേട്ടോ. ലവാകുഷ ഇരിക്കുന്നുണ്ടോ. ഒന്ന് വായിച്ചാനെ, കന്നഡയിൽ എഴുതിയോണ്ട് ഒന്നും മനസ്സിലാവണില്ല. നല്ല ചെറിയൊരു ഫോറസ്റ്റ് ആണ്. ആന്ധ്രയാണോ അത്? ആന്ധ്രയിലേക്ക് കേറി. അങ്ങനെ നമ്മൾ ആന്ധ്ര സ്റ്റാർട്ട് ചെയ്തോ. കുറച്ച് നേരം ഉണ്ടാവും, കുറച്ചേ ഉണ്ടാവുള്ളൂ ആന്ധ്ര. അതില് കേറിയിട്ട് പിന്നെ അവിടെ നിന്നാണ്ട് തമിഴ്നാട്ടിലേക്ക് ചാടും. ഓ അങ്ങനെ. ഐ സീ. ആര്യവേപ്പാണല്ലേ കൂടുതൽ. ചെറിയൊരു ഫോറസ്റ്റ് സംഭവമാട്ടോ, ഫോറസ്റ്റ് ആണേ. കണ്ടു നോക്കോ, ചെറിയൊരു ടൗൺ, ചെറുതായിട്ട് ഫോറസ്റ്റ്. ഇന്ന് ഫോറസ്റ്റ് എന്ന് പറയാനൊന്നും പറ്റില്ല. മുന്നിൽ അങ്ങ് കാണുന്നത് ചെറിയൊരു ടൗൺ ആട്ടോ. കണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് KGF കണ്ടോ, അത് എഴുതിയിട്ടുണ്ട് KGF. എല്ലാവർക്കും സുപരിചിതമായിരിക്കും, കാരണം KGF പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടില്ലേ. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സിനിമ. ഞാൻ അങ്ങനെ തമിഴ് സിനിമ, കന്നഡ സിനിമ ഒന്നും കാണില്ല. കാണാത്തതിന്റെ കാരണം എനിക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. അതാണ്. അപ്പൊ നിങ്ങളൊരു അഹങ്കാരമായിട്ട് കണക്കാക്കണ്ട. ഞാനത് ഓ കോമഡി പോരാ അല്ലേ, കോമഡി അങ്ങ് ഏറ്റില്ല. മലയാളം ഞാൻ കാണും കേട്ടോ. എനിക്ക് കോമഡി സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. ഇങ്ങനെ സ്റ്റണ്ട് ഉള്ള സിനിമയൊന്നും അധികം അങ്ങനെ കാണില്ല. നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. നമ്മളങ്ങനെ ഇഷ്ടമാണെന്ന് നടക്കില്ല, അത് വേറെ കാര്യം. പക്ഷെ അപ്പൊ നമ്മള് സിനിമ കാണുമ്പോ നമ്മള് ഇങ്ങനെ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊരു വേറെ കാര്യം. അതായത് ഞാൻ എൻ്റെ അഭിപ്രായം കേട്ടോ പറയുന്നത്. അതായത് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റണ്ടൊക്കെ ഉള്ള സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തലവേദന ഇളകും, നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും മനസ്സിന്. അങ്ങനെ സമയത്ത് കോമഡി കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ടൈം നമുക്ക് ചിരിക്കാൻ, ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇതെന്റെ മാത്രം വ്യൂ ആട്ടോ. കണ്ടോ ഇവിടെയൊക്കെ കണ്ടത് പ്ലോട്ടുകൾ തിരിച്ചു വിട്ടിരിക്കുകയാണ് അല്ലേ. ഇവിടെ ഈ പൂവാക കൂടുതലായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ പോരുന്ന വഴിയിലൊക്കെ നല്ല പൂവിട്ട് ഇങ്ങനെ നിൽക്കുന്ന പൂവാകകൾ കുറേ കണ്ടു കേട്ടോ. കണ്ടതാ അടുത്ത പൂവാക ഇങ്ങനെ കുറേ കാണുന്നുണ്ട് കേട്ടോ വാകകള്. റോഡ് ഇത്തിരി മോശമാണ്, അതാണ് വീഡിയോ അങ്ങനെ ഷെയ്ക്കായി പോകുന്നത്. നിങ്ങൾക്കൊന്നും തോന്നണ്ട. എന്താ സംഭവം? കമ്പനിയാണ് KGF കോംപ്ലക്സ്. അതായത് നമ്മളെ JCB ഒക്കെ ഇല്ലേ, JCB ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാന്ന് തോന്നിട്ടോ. അത് ഈ സംഭവം കണ്ടോ, അതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഉള്ള കമ്പനിയാണെന്ന് തോന്നുന്നത്. കണ്ടോ, ഇത് ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. അതായത് ഒരുപാട് സ്ഥലത്ത് അങ്ങനെ കിടക്കും. പിന്നെ ഈ ഭാഗത്ത് പറഞ്ഞാൽ ഈ ഭാഗത്തൊന്നും ഇല്ല. അതാണ് ഈ ഭാഗത്തിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാഗകളുണ്ട്, മരങ്ങളുണ്ട്, പിന്നെ റോട്ടിൽ വാഹനങ്ങളും ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പക്ഷെ ആ വയലറ്റ് പൂവ് കണ്ടോ അല്ലെ, ഒരു പ്രത്യേക ഭംഗിയുണ്ടോ വയലറ്റ് പൂവ്. വാവ്, വണ്ടർഫുൾ. നല്ല ഭംഗിയുണ്ട് അല്ലേ, നല്ല ഭംഗിയുണ്ട്. പുറത്ത് നല്ല വെയിലും ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാരും മരങ്ങളൊക്കെ മുറിച്ചു കളയുന്നതാണ്. പക്ഷെ ഇവിടെയൊക്കെ നോക്കിയൊക്കെ എല്ലാ ഒരു ഇതുള്ളതാണ്.